പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. CJPക്കാർ ചോദിച്ചതിനേക്കാൾ കൂടുതലാണ് മോദി ഗവൺമെൻറ് കൊടുക്കുന്നത്. രാജ്യത്തെ പൊതുപരീക്ഷാ നയങ്ങളിൽ വലിയൊരു വിപ്ലവം തന്നെ തീർക്കാൻ പോവുകയാണ് നരേന്ദ്രമോദി സർക്കാർ. എന്താണ് തോന്നുന്നത്? ഈയിടെ ഉണ്ടായ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തിന് ശേഷം കേന്ദ്ര സർക്കാർ സമരക്കാർക്ക് ഉറപ്പുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിലും പശ്ചാത്തലത്തിലും, ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിന് മുന്നേ ഉണ്ടായിരുന്ന പദ്ധതിയുടെയും കൂടെ അടിസ്ഥാനത്തിലും ഒരു ബില്ല് അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ലീക്ക് ചെയ്യുന്നത് തടയാനുള്ള ബില്ലാണ്. ശരിക്കും പറഞ്ഞാൽ പൊതുപരീക്ഷാ തട്ടിപ്പ് തടയൽ ബില്ലാണ്. അങ്ങനെ അതിനുവേണ്ടിയുള്ള നിയമം ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അതിനുള്ള ഭേദഗതി ബില്ലാണ് അവതരിപ്പിച്ചേക്കുന്നത്. ഇതൊരു പുതിയ നിയമം വരുമല്ല, എക്സിസ്റ്റിംഗ് നിയമത്തിൽ ഭേദഗതി വരുത്തുകയാണ്. നേരത്തെ തന്നെ നിയമമുണ്ട്, അതായത് പരീക്ഷാ തട്ടിപ്പ് തടയാൻ നിയമങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ ആ നിയമങ്ങൾ കർക്കശമാക്കുകയാണ്. ഈ കർക്കശമാക്കൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താണോ സമരക്കാർ ആവശ്യപ്പെട്ടത് അതിനും അപ്പുറത്താണ്. സമരക്കാർ ഇത്രയും കഠിനമായ സംഭവങ്ങൾ ആവശ്യപ്പെട്ടില്ല. പക്ഷേ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇൻവോൾവ് ആകുന്നവർക്ക് 10 വർഷം തടവും 10 കോടി രൂപ പിഴയും വരുന്ന വിധത്തിലുള്ള അതിശക്തമായ നിയമങ്ങളാണ് വന്നേക്കണേ. ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആവുമോ, സ്ഥാപനങ്ങളാകട്ടെ അല്ലെങ്കിൽ വ്യക്തികളാവട്ടെ, അവരെല്ലാം കുടുങ്ങും. ആ രീതിക്കുള്ളൊരു ബില്ലാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ചോദ്യപേപ്പറിലെ എൻട്രൻസിൻ്റെ ആയാലും ചോർച്ച ഉണ്ടാകുന്നത്? പലരും പറഞ്ഞ ഏജൻസിക്ക് എന്നാണ്. അങ്ങനെയല്ല, ഇതുണ്ടായിരിക്കുന്നതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കർശന സംവിധാനങ്ങൾ വഴി പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. അവിടെ ഒരു മുറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ മുറിയിൽ നിന്ന് ഈ പരീക്ഷാ കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു തട്ടിപ്പിൽ കൂടിയാണ് വെളിയിൽ പോകുന്നത്. നമുക്കറിയാം, ജാർഖണ്ഡിലോ മറ്റാണ് ഇത് ആദ്യമായിട്ട് വെളിയിൽ പോകുന്നത്. 1-2 സംസ്ഥാനത്ത് അങ്ങനെ ഉണ്ടായി. ഇത് ഈ പരീക്ഷാ നടത്തിപ്പ് ഏറ്റെടുത്താക്കേണ്ട ഒരു കോളേജിൻ്റെ മാത്രം അറിവോടുകൂടി സംഭവിക്കുന്നതാണ്. അതിലെ ഏതാനും ആൾക്കാർ അവർ വിചാരിച്ചത് നടക്കും. ഒരു തലേന്ന് തന്നെ ആ ചോദ്യപേപ്പർ അവിടെ എടുത്ത് അതിൻ്റെ കോപ്പി എടുത്ത് പുറത്തു കൊടുക്കുന്നു. അത് ചില എൻട്രൻസ് കോച്ചിങ് സർവീസുകൾക്കോ വിദ്യാർത്ഥികൾക്കോ കൊടുക്കുന്നു, പണം വാങ്ങുന്നു, അവരത് വീണ്ടും മറിക്കുന്നു. ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഈ രീതിയിൽ ആദ്യമായിട്ടാണോ ഉണ്ടാകുന്നത് ചോദിച്ചാൽ അല്ല, ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പല വർഷങ്ങളിലും ചോദ്യപേപ്പർ ചോർന്നു, അത് ചോർന്നൊക്കെ പറഞ്ഞുള്ള വിഷയങ്ങൾ വരുന്നത്. ഇതൊക്കെ പല നാട്ടിലും സംഭവിക്കുന്നതാണ്. പല നാട്ടിലെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും. BJP ഭരിക്കേണ്ടത് മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കേണ്ടതും അല്ലാത്ത ഭരിച്ചിടത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതികർക്കശമായൊരു നിയമത്തിലൂടെ ഇതിന് തടയിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരാം, ഇപ്പോൾ ഈ നിയമം സംസ്ഥാനങ്ങൾ കൂടി ബാധകമാണോ അതോ കേന്ദ്ര സർക്കാർ നടന്ന പരീക്ഷകൾക്കാണോ എന്നുള്ളത്. വാസ്തവത്തിൽ കേന്ദ്ര സർക്കാർ നടന്ന പരീക്ഷകൾക്ക് മാത്രമാണ് ഇപ്പോഴത്തെ നിയമ ഭേദഗതി ബാധകമാകുന്നത്. കാരണം സംസ്ഥാനങ്ങളുടെ ചട്ടപ്രകാരം ഇത് സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതൊരു ഭേദഗതി വേണമെങ്കിൽ വരുത്തി അതാത് സ്റ്റേറ്റുകളിൽ നടപ്പിലാക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്നത്, കേന്ദ്രം ബില്ല് നടപ്പാക്കിയാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ സമാനമായിട്ടുള്ള ബില്ല് സ്റ്റേറ്റുകളിൽ നടപ്പാക്കും. ഇതാണ് സാധ്യത. കാരണം കുറ്റമറ്റ സമ്പ്രദായം അവിടെ കൊണ്ടുവരേണ്ട അവരുടെ ആവശ്യമാണ്. മറ്റുള്ള ആൾക്കാർ ഇത് കൊണ്ടുവരുമല്ലയോ, കേരളത്തിൽ കൊണ്ടുവരുമോ നാട്ടിൽ കൊണ്ടുവരുമോ, അതൊക്കെ നമുക്ക് കണ്ടറിയണം. തമിഴ്നാട്ടിൽ സർക്കാർ ആവശ്യപ്പെടുന്നതല്ല, വിജയൻ്റെ സർക്കാർ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടത് നീറ്റ് വേണ്ടെന്ന് വയ്ക്കണമെന്നാണ്. ഈ നീറ്റ് വേണ്ട എന്ന് വെക്കണത് അത് കാര്യമൊന്നുമില്ല. അതൊക്കെ കുറേ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകാരുടെ മാത്രം ആവശ്യമാണ് നീറ്റ് വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ളത്. അത് കാരണം എന്താ, ക്യാപിറ്റേഷൻ വാങ്ങുന്നൊരു സമ്പ്രദായം ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകാർ നീറ്റ് വന്നോടെ അത് പെട്ടെന്ന് നിന്നുപോയി. അങ്ങനെ വാങ്ങാൻ പറ്റാണ്ടായി. ഉയർന്ന ഫീസ് പക്ഷേ വാങ്ങുന്ന മെഡിക്കൽ കോളേജുകളുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള പല മെഡിക്കൽ കോളേജുകളും. എനിക്ക് നേരിട്ട് അറിയാവുന്ന പലയിടത്ത് തന്നെ വളരെ ഉയർന്ന ഫീസ് വാങ്ങുന്നുണ്ട്. അത് ഫീസായിട്ടാണ്. അത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടൊരു സംവിധാനമാണ്. കള്ളത്തരത്തിൽ ക്യാപിറ്റേഷൻ ആയിട്ട് വാങ്ങുന്ന രീതിയല്ല. ഫീസ് ഉയർന്നു എന്നുള്ളത് നമുക്ക് നോക്കാം, പക്ഷേ അതിനൊപ്പം തന്നെ വളരെ ഉയർന്ന ക്വാളിറ്റിയുള്ള മെഡിക്കൽ കോളേജുകളാണ് അത് നോക്കുന്നത്. കാരണം അത്തരം മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് നീറ്റ് പരീക്ഷയിലെ ജേതാക്കളും അത്തരം സ്ഥലങ്ങൾ ആഗ്രഹിക്കുന്നവർ അവരവിടെ പോകുന്നുണ്ട്, ഉയർന്ന ഫീസ് കൊടുത്ത് ചേരുന്നുമുണ്ട്. ഇത് വാസ്തവമാണ്. പക്ഷേ ഈ നീറ്റ് ഒഴിവായാൽ സമ്പൂർണ്ണ തട്ടിപ്പിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് നീറ്റ് വേണ്ട എന്നൊന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അതിവിടെ അംഗീകരിക്കപ്പെടുന്നില്ല. പിന്നെ ചിലർ പറയുന്നത് നീറ്റ് പൊതുപരീക്ഷ നാഷണൽ വൈഡ് ആയിട്ട് നടക്കുന്ന ഒഴിവാക്കിയിട്ട് സംസ്ഥാനങ്ങൾ നടത്തിയാൽ മതി. കാരണം സ്റ്റേറ്റ് സിലബസുകൾ വെവ്വേറെയാണെന്നുള്ളതാണ്. ഇന്ത്യ പോലെ രാജ്യത്ത് പല സ്റ്റേറ്റുകളുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ശാസ്ത്ര വിഷയങ്ങൾ, പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങൾ വെച്ചിട്ടാണല്ലോ ഈ പരീക്ഷ നടക്കുന്നത്. മെയിനായിട്ട് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിലൊക്കെ പല സ്റ്റേറ്റിലും എന്തിനാണ് പലതരത്തിലുള്ള സിലബസ് ആവുന്നത്? ഇത് ഒറ്റ സിലബസ് ആയപ്പോരെ. നമ്മൾ ചരിത്രമോ ഭൂമിശാസ്ത്രപരമുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. പ്രാദേശിക ചരിത്രം ഉണ്ടാവും. ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രാദേശിക ഘടനകൾ വ്യത്യാസമായിരിക്കും. കേരളത്തിലെ മലനിരകൾ എന്നുള്ളതിനെപ്പറ്റി ഒരു മലയാളിയായിട്ടുള്ള വിദ്യാർത്ഥി ജിയോഗ്രഫി പഠിക്കുമ്പോൾ പഠിക്കണം. തമിഴ്നാട്ടിൽ അത് വേറെ ഒന്നായിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും ഒന്നും അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് വിധേയമാവുന്നത് ശരിയല്ല. അതുകൊണ്ട് ഏകീകൃതമായ സിലബസ് തന്നെയാണ് അവിടെ വേണ്ടത്. മാത്രമല്ല, പിന്നെ ആകെ വ്യത്യാസം വരുന്നത് എന്താണ്, അത് പ്രാദേശിക ഭാഷയിൽ ആണോ പഠിപ്പിക്കുന്നത്, ഇംഗ്ലീഷാണോ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ അതിൽ മാത്രമാണ് ആകെ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയാനുള്ളൂ. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട്
നീറ്റ് വേണ്ട എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഒരു നാഷണൽ ലെവൽ പബ്ലിക് എക്സാമിനേഷൻ അതങ്ങനെ നടക്കട്ടെ. മാത്രമല്ല കോടതി നേരിട്ടുള്ള ഒരു വിധി കൂടിയാണ് ഇത് വന്നത്. കാരണം തട്ടിപ്പുകൾ പലയിടത്തും ഉണ്ടാകുന്നു, ക്യാപിറ്റേഷൻ അമിതമായിട്ട് വാങ്ങുന്നു. ഇവിടെ സിസ്റ്റം ശരിയല്ല, ക്വാളിറ്റി ഇല്ലാത്ത കുട്ടികൾ അഡ്മിഷൻ നേടി അവർ ഡോക്ടർമാരായിട്ട് വിലസുന്നു. ഇത് ഈ സിസ്റ്റത്തെ ബാധിക്കുന്നു, ഇത് ആരോഗ്യ രംഗത്തെ ബാധിക്കും. ഇതിനെല്ലാം തടയിടാൻ വേണ്ടിയിട്ടാണ് ഒരു നാഷണൽ ലെവൽ ടെസ്റ്റ് വന്നത്. അത് ആ രീതിയിൽ തന്നെ പോകണം. അങ്ങനത്തെ പല പല ടെസ്റ്റുകളും ഉണ്ട്, നമ്മൾ അതും കൂടെ മനസ്സിലാക്കണം. നീറ്റ് പരീക്ഷയുണ്ട്, അതുപോലെ UGC എക്സാമിനേഷൻസ് ഉണ്ട്, പിന്നെ ജോലികൾക്ക് വേണ്ടി നടത്തുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിനേഷൻ ഉണ്ട്, ബാങ്ക് ടെസ്റ്റുകളുണ്ട്, കേന്ദ്ര സർക്കാർ നടത്തുന്നതാണല്ലോ അതല്ല. പിന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന് ടെസ്റ്റ് ഉണ്ട്, ആർമി ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ എത്രയോ സാധനങ്ങൾ കിടക്കുന്നു. ഇതെല്ലാം തന്നെ ഏകീകൃതമായി കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും രാജ്യവ്യാപകമായിട്ടുള്ള ഒരു സിലബസും ഇന്ത്യയിൽ അങ്ങനത്തെ സിലബസാണ് ആവശ്യം. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുന്ന പോലെ സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ, ഒരേ ക്വാളിറ്റിയുള്ള കുട്ടികൾ എല്ലായിടത്തും വരണം. പിന്നെ സ്റ്റേറ്റുകൾക്ക് അവരുടെ സിലബസ് വ്യത്യാസമാണെങ്കിൽ കഴിയുന്നതും ശാസ്ത്ര വിഷയങ്ങളിൽ ആ സിലബസ് ഏകീകരിക്കണം. അല്ല, ശാസ്ത്ര വിഷയത്തിൽ പല പല സിലബസ് കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. ഏകീകരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ശരി. ശാസ്ത്രമല്ലാത്ത വിഷയങ്ങളിൽ നമുക്കിപ്പം മലയാള സാഹിത്യം നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ സ്കൂളുകളിൽ പഠിക്കണ്ടല്ലോ, മലയാളം മീഡിയം സ്കൂളുകളിൽ. അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ സെക്കൻഡ് പേപ്പർ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇംഗ്ലീഷ് പേപ്പറുകൾ ഒന്നും രണ്ടും ഒക്കെ അതിൻ്റെയൊക്കെ കാര്യത്തിലായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഞാൻ പഠിച്ചിരുന്ന കാലത്തുള്ള കാര്യമായി പറയണത്. ഇപ്പോഴത്തെ രീതി അങ്ങനെ കൃത്യമായിട്ട് പേപ്പറുകളുടെ ഒരു രൂപം എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ ലാംഗ്വേജിൻ്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് സമാധാനമുണ്ട്. ഹിന്ദി ആണെങ്കിൽ പോലും വടക്കേ ഇന്ത്യ പഠിപ്പിക്കുന്ന ഒരു ഹിന്ദി ടെസ്റ്റ് ആയിരിക്കില്ല തെക്കേ ഇന്ത്യ പഠിപ്പിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, അവിടെ ഒന്നും ഒരു വിഷയമല്ല. പക്ഷേ ശാസ്ത്ര വിഷയങ്ങളിൽ ഇങ്ങനൊരു മാറ്റം ഒരിക്കലും വരുത്താൻ പാടുള്ളതല്ല. അതുകൊണ്ട് അത് ഏകീകരിച്ചായിരിക്കണം, പഠനം ഒരുപോലെ ആയിരിക്കണം, കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള അധ്യാപകർ നന്നായിട്ട് പഠിപ്പിക്കണം. എൻട്രൻസ് കോച്ചിങ് പോലുള്ള കാര്യങ്ങൾ അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നാണ്. അവയുടെ ധർമ്മം നന്നായിട്ട് നിർവഹിച്ചോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ അവ വഴിയുള്ള തട്ടിപ്പ് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് പലപ്പോഴും തന്നെ ചോദ്യപേപ്പർ ചോർച്ചയിൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകൾ ഇൻവോൾവ് ആകുന്നു. ആ ഒരു കാര്യത്തിന് തടയിടുക എന്നുള്ളതും, അതുപോലെ തന്നെ പരീക്ഷാ നടത്തിപ്പ് കേന്ദ്രങ്ങൾ ചോദ്യപേപ്പർ ചോർത്തി വെളിയിൽ കൊടുക്കുന്നതും, പരീക്ഷാ നടത്തിപ്പിൽ ഇൻവോൾവ് ആവുന്ന അധ്യാപകർ തൊട്ടിട്ട് പ്യൂൺ വരെയുള്ള ആൾക്കാർ തട്ടിപ്പുകൾക്ക് കൂടെ നിൽക്കുന്നത്. ഇതാണ് മെയിനായിട്ടൊരു കുഴപ്പം വരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരൊരു വിമർശനം പറയണത് ഈ ചോദ്യപേപ്പർ നിർമ്മിക്കുന്ന സ്ഥലത്തുനിന്ന് ചോരാനുള്ള സാധ്യതയാണ്. അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ചോദ്യപേപ്പർ നിർമ്മാണമായിട്ട് ഏതെങ്കിലും വിധത്തിൽ സഹകരിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയാം അതങ്ങനെ എളുപ്പം ചോർത്താൻ പറ്റില്ല. അതിന് കർശനമായ മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ കോപ്പിയൊന്നും ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഒരു കടലാസ് വേഷം പോലും പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അകത്തേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ചോദ്യപേപ്പർ ചോർത്തണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ചോദ്യങ്ങൾ മനസ്സിൽ കാണാപ്പാടം പഠിച്ചിട്ട് വെളിയിൽ കൊണ്ടുപോകുക. ഇതും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ 3 തൊട്ട് 5 വരെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്തിട്ട് വേണം അതിൽ ഒരെണ്ണം മാത്രം എടുക്കാനായിട്ട്. 3 എണ്ണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 എണ്ണത്തിൽ ഒരെണ്ണം നറുക്കിട്ട് വേണം ഒരു സെറ്റ് എടുക്കാൻ. അത് ഏതെങ്കിലും വിധത്തിൻ്റെ പാളിച്ചണ്ട എടുക്കാനാണ് വേറെ സെറ്റുകളുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള രീതിക്കാണ് ചോദ്യപേപ്പർ നിർമ്മാണം നടക്കുന്നത് തന്നെ. അതുകൊണ്ട് ചോദ്യപേപ്പർ നിർമ്മാണം നടക്കുന്നിടത്തുനിന്ന്, അത് പ്രിപ്പറേഷൻ നടക്കുന്നിടത്തുനിന്ന് ചോർത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ചോരുന്നത് പലപ്പോഴും ഇതിൻ്റെ എൻ പോയിന്റിൽ നിന്നാണ്. അവിടെയാണ് കൂടുതൽ കർക്കശമായിട്ടുള്ളൊരു വിജിലൻസ് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരീക്ഷാ നടത്തിപ്പ് കേന്ദ്രങ്ങൾ ഈ ചോദ്യപേപ്പറിനെ സംരക്ഷിക്കുന്നത് വളരെ കർശനമായിട്ട് ചെയ്യട്ടെ. നമ്മുടെ എലക്ഷൻസ് കഴിയുമ്പോൾ സ്ട്രോങ് റൂമിൽ വെച്ച് പൂട്ടാറുണ്ടല്ലോ, അതുപോലെ സംവിധാനം ഉൾപ്പെടെയുള്ളവർ ചെയ്യട്ടെ. ഒരു തരത്തിലും ചോദ്യപേപ്പർ ചോരാൻ പാടില്ല. കാരണം അത് അനേകം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്താണോ ഗവൺമെൻറ് പാർലമെൻറ്റിൽ പുതിയ ബില്ലായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് സമരക്കാർ ചോദിച്ചതിലും അധികമാണ്. നീതിയാണ് സർക്കാരിൻ്റെ ഉദ്ദേശം, നിയമം നടപ്പാക്കുക എന്നുള്ള ഉദ്ദേശം. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുക, ഈ രാജ്യത്ത് നിയമം കൃത്യമായിട്ട് നടപ്പാക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ബില്ല് വന്നിരിക്കുന്നത്. ആ ബില്ല് വിജയിക്കണം.